അതിപ്പോ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരതിൽ ഓക്കെ ആയിരിക്കും, അവരത് കാണിക്കുകയൊന്നും ചെയ്യുന്നുണ്ട്. പ്രശ്നം വരുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഓരോരുത്തർ ഓരോ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിലാണ്. എക്സാക്ട്ലി അത് തന്നെയാണ് പ്രശ്നം. ഇപ്പം നമ്മൾക്ക് വരുന്ന റിലേഷൻഷിപ്പ് കേസസിൽ നമ്മളൊരു അഡ്വൈസ് കൊടുക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, ലിമിറ്റ് എവിടെയൊക്കെയാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്നത് എന്താ, അത് ഞാൻ കുറച്ചുകൂടി ചെയ്യുന്നത് തെറ്റല്ലേ, സെൽഫിഷ് ആവുന്നതല്ലേ, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും. അത് മാത്രമല്ല പ്രശ്നം, ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് തീരെ ബോധവാന്മാരല്ല ഇപ്പോഴത്തെ ആൾക്കാർ. കാരണം ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റി അല്ലേ, ആ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചാണ് അവർ ബിഹേവ് ചെയ്യുക. അത് റെസ്പെക്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും നമ്മൾ തയ്യാറല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വീട്ടിലിരുന്ന് ഈ പ്രശ്നത്തെ ഒക്കെ വേഴ്സ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ അതൊന്നും നടന്നു എന്ന് വരില്ല. പക്ഷേ നമുക്ക് തെറപ്പി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, കപ്പിൾ തെറപ്പി ഉണ്ട്, പ്രീമെറിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ട്. അതിനൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. എന്താ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാരീഡ് ആവണമെന്നില്ല, നിങ്ങളൊരു കപ്പിളാണ് എന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വായോ, നിങ്ങൾ കറക്റ്റ് ടിപ്പ് പറഞ്ഞുതരാം, സെറ്റാക്കി തരാം.